ചേട്ടാ ഈ ആയുർവേദ കോളേജ് ഇരിക്കുന്ന ഈ ജംഗ്ഷൻ്റെ പഴയ പേരെന്തായിരുന്നു അറിയോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. പഴയ പേര് ഐഡിയ ഇല്ല, അറിയില്ല. ഇന്ന് കിടക്കുന്ന ആയുർവേദ കോളേജ് യഥാർത്ഥത്തിൽ അത് അവിടെ അല്ല കിടന്നത്, അത് കോട്ടയ്ക്കകത്താണ്. കോട്ടയ്ക്കകത്ത് കഷായപുര എന്നായിരുന്നു അതിൻ്റെ പേര്, കഷായപുര. അപ്പോൾ രാജാവിൻ്റെ ചിലവിൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ആരംഭിക്കുകയും രാജാവിൻ്റെ ചിലവിൽ സൗജന്യമായി കഷായം കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു ധർമ്മ ആശുപത്രി ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന ഒരു പഴയ കെട്ടിടത്തിലാണ് മറ്റേ രാജാസ് ഫ്രീ സ്കൂൾ ആരംഭിച്ചത്. രാജാസ് ഫ്രീ സ്കൂളിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം ഈ ആയുർവേദ കോളേജ് സ്ഥാപിച്ചു. ഇതിന് കാരണക്കാരനായി തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ചരിത്രം എഴുതിയ പാച്ചുമൂത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് പിന്നെ ആയുർവേദ കോളേജ് ജംഗ്ഷൻ എന്നതിന് പേര് വന്നത്. യഥാർത്ഥത്തിൽ ഇത് പുളിമൂടിൻ്റെ ഒരു ഭാഗം, കൃത്യമായി പറഞ്ഞാൽ പുളിമൂട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു. പുത്തൻചന്തയിൽ നിന്നായിരുന്നു ഇതിന് വിളിച്ചിരുന്നത്. ജനറൽ പോസ്റ്റ് ഓഫീസ് മുതൽ, അത് കേസരി ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് വരെയുള്ള പ്രദേശങ്ങൾ പണ്ടറിയപ്പെട്ടിരുന്നത് പുത്തൻചന്തയിൽ നിന്നായിരുന്നു. ഇപ്പോൾ പുത്തൻചന്ത ആരും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ആയുർവേദ കോളേജ് ജംഗ്ഷൻ എന്ന് പറയാനാണ് നമുക്കിഷ്ടം. മറ്റേത് അപ്രത്യക്ഷമാവുകയും ചെയ്തത്.